തലശ്ശേരിയിലെ വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിൽ പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തി പോലീസ്. വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷാബാസ് ഇന്ന് പുലർച്ചെയാണ് മരിച്ചത്. താമരശ്ശേരി SHO സായൂജിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. സംഭവത്തിൽ സംഘർഷമുണ്ടാക്കിയ വിദ്യാർത്ഥികളുടെ ഞെട്ടിക്കുന്ന ശബ്ദ സന്ദേശം പുറത്ത്. കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കുമെന്നും കൂട്ടത്തല്ലിൽ മരിച്ചു കഴിഞ്ഞാൽ പോലീസ് കേസെടുക്കില്ല എന്നും സന്ദേശത്തിൽ പറയുന്നു. ഹലാൽ, എർമി ലോൺസ് എന്നു പേരുള്ള ഗ്രൂപ്പുകളിലാണ് കൊലപാതകത്തിന് ആസൂത്രണം നടന്നത്. പ്രതികൾ കുറ്റം സമ്മതിക്കുന്ന ഓഡിയോയും പുറത്ത്. ഫുള്ള് അലമ്പായിക്കുന്ന കേട്ട് എൻ്റെ സീൻ്റെതാ ഈ ഇങ്ങനെ ചൊറ ഒഴിവാക്കിക്കൊണ്ടാ ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെ ഒഴിവായിക്കൊണ്ടോ എന്താ എനിക്കെന്താ പ്രശ്നമുണ്ടോ? ഹലോ ഷാബാസേ, എന്തേലുണ്ടേ പൊരുത്തപ്പെട്ടാട്ടോ. ഞാൻ എന്നോട് കുറേ പറഞ്ഞല്ലേ മോനെ, ഞങ്ങൾ ചൊറക്ക് നിൽക്കില്ല. ഇനി പിന്നെയും ഇനി ഞങ്ങൾ നിന്നിട്ടും എന്നോട് ചൊറക്ക് നിന്നില്ലല്ലോ. ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ എന്നോട് എന്തേലും പറഞ്ഞോ? ഇല്ലല്ലോ. ഈ മുകളിൽ അയച്ച മെസ്സേജ് ഞാൻ എന്നോട് നല്ലോണമല്ലേ പറഞ്ഞത്. പിന്നെ എന്നോട് ഞങ്ങൾ ചൊറ ഒഴിവാക്കാനായിട്ട് നിൽക്കുക. ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെയും വന്നതാണ്. പിന്നെ അന്നേത്തെ പ്രശ്നം ഞങ്ങളാരും മനസ്സിൽ പോലും വിചാരിച്ചില്ല. ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ട്യൂഷനും കഴിഞ്ഞ് വരികയാണ്. ഇപ്പം നിങ്ങൾ MJയുള്ള ഏതോ ചെക്കന്മാർ ഞങ്ങളെ വിളിച്ച് പിന്നെ എല്ലാം കൂടി വിളിയായി എല്ലാവരും കൂടി ആയിട്ട് എത്തിയതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇനിയാണ് എന്നോട് മാത്രമായിട്ട് പെരുഞ്ചല്. ഞാൻ എന്തേതാ പിന്നെ ചെയ്യേണ്ടി ഇനി പറഞ്ഞോണ്ടാ. പിന്നെ കൂട്ടത്തല്ലായി ഇങ്ങനെ കണ്ടല്ലേ വെക്ക. എന്തേലും ഉണ്ടേ പൊരുത്തപ്പെട്ടിട്ടോ, പക്ഷെ പൊരുത്തപ്പെട്ട് കൊണ്ടിട്ടോ. പിന്നെ ഫഹദേ, ഞാൻ എന്നൊരു കാര്യം പറഞ്ഞിരുന്നു, ഷാബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ. ഇനി കണ്ണൊന്നും ഇല്ലോ. സൂര്യേ, എൻ്റെ വാപ്പ വിളിച്ചിരുന്നു. എൻ്റെ ഫുള്ളാ കൂട്ടത്തല് മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും അത് കേസെടുക്കുമല്ലോ പോലീസ്. കാരണം ഓരോ ഇങ്ങോട്ട് വന്നത് അവിടെ കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഓരോ ഇങ്ങോട്ട് വന്നത്. പിന്നെ അതിന് ഇവരൊന്നും ഇല്ല വെച്ചാൽ നാഫീനല്ല വെച്ചത്. 2 ദിവസം കഴിയട്ടെ. അത് മാത്രമല്ല ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഫെയർവെൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് കടന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഗോകുൽ, പക്ഷേ ഈ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾ അവർ കുറ്റസമ്മതം നടത്തുന്ന സന്ദേശമടക്കം പുറത്തു വരുന്നൊരു സാഹചര്യമുണ്ട്. ഇവർക്കെതിരെ എടുത്തിരിക്കുന്ന നടപടി നിലവിൽ അവരുടെ മാതാപിതാക്കൾക്ക് നിർദ്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഇവർ ഹാജരാകണമെന്നുകൂടി ഇവരുടെ രക്ഷകർത്താക്കൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. തുടർന്നുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? ഷഹബാസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർണ്ണമായിട്ടുണ്ടോ? മുഹമ്മദ് ഷഹബാസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ അല്പസമയം മുമ്പാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആരംഭിച്ചിട്ടുള്ളത്. താമരശ്ശേരി SHO സായൂജിന്റെ നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. അതിനുശേഷം പോസ്റ്റ്മോർട്ടം ആരംഭിക്കും. പോസ്റ്റ്മോർട്ടം ആരംഭിച്ചതിന് ശേഷം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും. 11 മണിയോട് കൂടിയിട്ടായിരിക്കും ഈ നടപടികൾ പൂർത്തിയാവുക എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പ് ഇന്നലെ കേസ് രജിസ്റ്റർ ചെയ്ത 5 പേരും ഹാജരാവും. ഇന്നലെ അവരെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പിൽ ഹാജരാക്കിയിരുന്നു. ആ സമയത്ത് മാതാപിതാക്കൾക്കൊപ്പം ഇന്ന് 11 മണിക്ക് ബോർഡ് അംഗങ്ങൾക്ക് മുമ്പിൽ ഹാജരാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാതാപിതാക്കൾക്കൊപ്പം പറഞ്ഞു വിടുകയായിരുന്നു ചെയ്തത്. 11 മണിയോട് കൂടിയിട്ട് അവരും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പിൽ ഹാജരാവുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് ഈ സംഭവത്തിൽ നടന്നിട്ടുള്ളത് എന്നത് തെളിയിക്കുന്ന ഓഡിയോ സന്ദേശങ്ങളാണ് അല്പസമയം മുമ്പ് നമ്മൾ പ്രേക്ഷകർക്കൊപ്പം പങ്കുവച്ചിട്ടുള്ളത്. ഒരു ഫെയർവെൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു സ്വകാര്യ ട്യൂഷൻ സെന്റർ നടത്തിയ ഫെയർവെൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അവിടെ പഠിക്കുന്ന 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുട്ടികൾ തമ്മിൽ നടത്തിയിട്ടുള്ള സംഘർഷമാണ് ഒരു കൊലപാതകത്തിലേക്ക് എത്തിയിട്ടുള്ളത്. MJHSS സ്കൂളിലെ കുട്ടികളും താമരശ്ശേരി GBHSS സ്കൂളിലെ കുട്ടികളും തമ്മിലാണ് സംഘർഷമുണ്ടായത്. ആ സംഘർഷം ഒരു സംഘർഷ പരമ്പരയായി മാറുകയായിരുന്നു. ഞായറാഴ്ചയായിരുന്നു ഈ പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കമായിട്ടുള്ള ആദ്യഘട്ടത്തിലുള്ള സംഘർഷം നടന്നത്. MJHSSലെ കുട്ടികൾ അവിടെ സ്വകാര്യ ട്യൂഷൻ സെന്ററിലെ ഫെയർവെല്ലിന്റെ ഭാഗമായി ഒരു നൃത്ത പരിപാടി നടത്തുകയും ആ നൃത്ത പരിപാടി ഇടയ്ക്ക് സ്റ്റക്കാവുകയും ചെയ്തത് താമരശ്ശേരി GBHSS സ്കൂളിലെ കുട്ടികൾ കളിയാക്കി. അതോടുകൂടി സംഘർഷം ആരംഭിക്കുകയായിരുന്നു. ആ സംഘർഷം അധ്യാപകരും പ്രദേശവാസികളായിട്ടുള്ള കച്ചവടക്കാരൊക്കെ ഇടപെട്ട് അവസാനിപ്പിച്ചവരെ പറഞ്ഞയച്ചു. പക്ഷേ ആ പ്രശ്നം കുട്ടികൾക്കിടയിലുള്ള പ്രശ്നം അവസാനിച്ചിരുന്നില്ല. പിന്നീട് അവർ വീണ്ടും ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ ചില കാരണക്കാരായിട്ടുള്ള ആളുകളെ
ആക്രമിക്കണമെന്ന് ആസൂത്രണം നടത്തുകയും മറ്റും ചെയ്യുകയായിരുന്നു. പിന്നീട് അക്രമം നടത്തിയതിനു ശേഷവും ഇവർ അക്രമത്തിനിരയായ വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് പറ്റിയ പരിക്കിനെ സംബന്ധിച്ച വിവരങ്ങളൊക്കെ പങ്കുവെക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും ഷഹബാസിനെ കൊല്ലും എന്ന രീതിയിലുള്ള ആക്രോശങ്ങളൊക്കെ മറ്റ് സ്കൂളിലെ കുട്ടികൾ പങ്കുവെക്കുന്ന ഓഡിയോ സന്ദേശങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അന്വേഷണം ആരംഭിച്ച ഘട്ടത്തിലാണ് ഇന്ന് പുലർച്ചെ 12:30 കൂടിയിട്ട് മുഹമ്മദ് ഷഹബാസ് മരണപ്പെടുന്നത്. അതിന്റെ തിരക്കിലാണ് ഇപ്പോൾ താമരശ്ശേരി പോലീസ് ഉദ്യോഗസ്ഥർക്ക് താമരശ്ശേരി SHOയുടെ നേതൃത്വത്തിൽ സായൂജിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ഇതിനൊക്കെ ശേഷമായിരിക്കും കേസുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളിലേക്കൊക്കെ പോലീസ് കടക്കുക. ഈ സമയത്ത് മുഹമ്മദ് ഷഹബാസിന്റെ ബന്ധുക്കളും നാട്ടുകാരും അതോടൊപ്പം തന്നെ മുഹമ്മദ് ഷഹബാസ് പഠിച്ച MJHSS സ്കൂളിലെ അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റേഴ്സും ഉൾപ്പെടെയുള്ള ആളുകൾ അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് ഇവിടെ എത്തിയിട്ടുള്ള അധ്യാപകർ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. മറ്റു വിവരങ്ങളൊക്കെ ഇവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദേവിക. അതോടൊപ്പം തന്നെ ഗോകുൽ, മറ്റൊരു കാര്യം, ഈ ഫെയർവെൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഇത്തരത്തിൽ വലിയൊരു കയ്യേറ്റത്തിലേക്ക് കൂടി കടന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായിരുന്നു അന്ന് സംഭവിച്ചത് എന്ന് വ്യക്തത വന്നിട്ടുണ്ടോ? അവിടെയുള്ള കുട്ടികൾ അല്ലെങ്കിൽ ട്യൂഷൻ സെന്ററിലുള്ള കുട്ടികളുടെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ടോ? വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങളൊന്നുമില്ല. അതേസമയം കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും അധ്യാപകരുടെയും പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഈ താമരശ്ശേരിയിലുള്ള സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ ഇത്തരത്തിലുള്ള നമ്മോടൊപ്പം ചൈൽഡ് സൈക്കോളജിസ്റ്റ് കൂടിയായ ഡോക്ടർ വാണി ദേവി ചേരുന്നുണ്ട്. ഡോക്ടർ, ഇത്തരത്തിൽ കുട്ടികളുടെ ഇടയിൽ അക്രമ സ്വഭാവം കൂടി വരുന്നൊരു സാഹചര്യം ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. മാതൃകാപരമായ ശിക്ഷാ രീതികൾ ഇല്ലാതിരുന്നിട്ടാണോ, അല്ലെങ്കിൽ മൊബൈൽ ഗെയിമിംഗ് അടക്കം കുട്ടികളെ വളരെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ചില മൊബൈൽ ഗെയിമുകൾ വയലൻസ് സൂചിപ്പിക്കുന്നതാണ്. അത്തരം ഗെയിമുകൾക്ക് അടിമയായ കുട്ടികളിലാണ് ഇത്തരം അക്രമ സ്വഭാവങ്ങൾ കണ്ടുവരുന്നത് എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ് ഡോക്ടർ? കുട്ടികളുടെ പെരുമാറ്റത്തിൽ എപ്പോഴും അവർക്ക് റെസ്പോൺസിബിലിറ്റി കൊടുക്കേണ്ടുന്ന ഒരു ആവശ്യകതയുണ്ട്. അത് ചെറിയ പെരുമാറ്റങ്ങളാണെങ്കിലും അല്ലെങ്കിൽ പെരുമാറ്റ ദൂഷ്യങ്ങളാണെങ്കിലും വലുതാണെങ്കിലും പലപ്പോഴും നമ്മൾ കാണുന്നത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ പോലും കുട്ടികൾ വെറുതെ വന്നൊന്ന് പാരന്റ്സിനെ തല്ലുക, അല്ലെങ്കിൽ വാശി പിടിച്ച് കരയുക, അവരുടെ കാര്യം നേടാൻ വേണ്ടിയിട്ട് ഉപദ്രവിച്ച് കാര്യം നേടാൻ ശ്രമിക്കുക, ശല്യം ചെയ്ത് കാര്യം നേടാൻ ശ്രമിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പാരന്റ്സ് പ്രതികരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം കാണാറുണ്ട്. ഈ പ്രതികരണമില്ലായ്മ കുട്ടികൾ ഇടപഴകുന്ന എല്ലാ മേഖലയിലുമുണ്ട്. അവനവന്റെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ ഏത് രീതിയിലും മറ്റുള്ളവരെ സ്വാധീനിക്കാം എന്നുള്ളൊരു കാര്യം കുട്ടികൾ ചെറുതിലേ മുതൽ തന്നെ പഠിച്ചു വരുന്നുണ്ട്. ഇതൊന്നും ഒരു ദിവസം കൊണ്ട് പൊട്ടിപ്പുറപ്പെടുന്ന അക്രമവാസനയോ അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ ഇൻടോളറൻസോ ഒന്നുമല്ല. അപ്പോൾ സ്വാഭാവികമായും പതിയെ ഡെവലപ്പ് ചെയ്ത് വരുന്ന അഗ്രസീവ്നെസ് അല്ലെങ്കിൽ ഇമോഷണൽ കൺട്രോൾ ഇല്ലായ്മയാണ് ഇതുമാതിരിയുള്ള അതിക്രൂരമായ ബിഹേവിയേഴ്സിലേക്ക് കുട്ടികളെ കൊണ്ടെത്തിക്കുന്നത്. അതിനകത്ത് മൊബൈൽ ഗെയിമുകൾക്കും പാരന്റ്സിനും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനും സൊസൈറ്റിക്കും മീഡിയയ്ക്കും ഒക്കെ ഈ പറയുന്ന ലഹരി വസ്തുക്കൾക്കും അത് ഉപയോഗിക്കുന്നതിനുള്ള പ്രേരണയ്ക്കും ഒക്കെ തുല്യമായ പ്രാധാന്യം ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇപ്പോൾ ഇടപഴകുന്നത് അധ്യാപകരുമായിട്ടാണ്. വീട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ സമയം അവർ സ്കൂളുകളിലാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ അധ്യാപകർക്ക് കുട്ടികളെ ശിക്ഷിക്കാൻ പറ്റില്ല. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നിയമ സംവിധാനങ്ങളൊക്കെ അത്രത്തോളം ചില ലിമിറ്റേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അത്തരം ഏത് തരത്തിലുള്ള അല്ലെങ്കിൽ മാതൃകാപരമായ ശിക്ഷാരീതികൾ വേണമോ വേണ്ടയോ എന്നൊരു ചോദ്യം കൂടി ഒരു ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ടല്ലോ. ഇമ്പാക്റ്റുകൾ ഉണ്ടാവണം. നമ്മൾ ബിഹേവിയേഴ്സ് പഠിപ്പിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിനൊരു റീഇൻഫോഴ്സ്മെന്റും ഉണ്ടാവണം. ഒരു ബിഹേവിയർ സ്ട്രെങ്തൻ ചെയ്യണമെങ്കിൽ അത് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണം. നല്ലത് ചെയ്താൽ നല്ലത് എന്ന് പറയുന്നത് പോലെ തന്നെ മോശം ചെയ്താൽ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവണം. ഈ ഇമ്പാക്റ്റ് ഇപ്പൊ ഇല്ല. ഉദാഹരണത്തിന് ഹോംവർക്ക് എഴുതാതെ സ്കൂളിൽ ചെല്ലുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് അതിന്റെ ഒരു ഉത്തരവാദിത്വം ഇല്ല. ഹോംവർക്ക് എഴുതാതെയാണ് കുട്ടി സ്കൂളിൽ വരുന്നതെന്നുണ്ടെങ്കിൽ അധ്യാപകർക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം പാരന്റ്സിനെ വിളിച്ചു പറയുക കുട്ടി ഹോംവർക്ക് എഴുതിയിട്ടില്ല എന്ന്. അതാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ ആർക്കാണ് ഉത്തരവാദിത്വം?
ഞാൻ ഹോംവർക്ക് എഴുതിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം എനിക്കായിരിക്കണം. അതിന് എന്തെങ്കിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടെങ്കിൽ അത് നേരിടേണ്ടി വരുന്നത് ഞാനായിരിക്കണം. ഇതങ്ങനെയല്ല. പാരന്റ്സിനെ വിളിച്ചിട്ടാണ് അധ്യാപകർ പറയുന്നത് കുട്ടി ഹോംവർക്ക് എഴുതിയിട്ടില്ല, നിങ്ങൾ വീട്ടിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണെന്ന്. ഹോംവർക്ക് ഉണ്ട് എന്ന് പോലും പലപ്പോഴും വീട്ടിൽ അറിയുന്നില്ല. ഇത്രയും നിസ്സാരമായ അതായത് ഒരു ഭീകരമായ തെറ്റൊന്നുമല്ല, ചെറിയ തെറ്റുകളാണ്. പക്ഷെ അവിടെ പോലും കുട്ടികൾക്ക് ഉത്തരവാദിത്വം എന്ന് പറയുന്ന സാധനമില്ല. അവൻ ആ ഒരു പ്രവൃത്തി ചെയ്താൽ അതിനൊരു ഇമ്പാക്റ്റ് ഇല്ല. ഇത് ഓരോ കാര്യത്തിലും നമ്മൾ ഇത് കണ്ടുവരികയാണ്. ഇന്ന് നമ്മൾ ഈ കണ്ട കേസിൽ പോലും കുട്ടികൾ പറയുന്നത് എന്താണ്? ശിക്ഷയൊന്നുമില്ല, നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്ക് സുഖമായിട്ട് വീട്ടിലിരിക്കാം എന്നുള്ള നിലയിലാണ് കുട്ടികൾ ആ ഇൻസ്റ്റാഗ്രാം ചാറ്റിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇത് എന്ത് മെസ്സേജാണ് സമൂഹത്തിൽ കൊടുക്കുന്നത്? കുട്ടികൾക്ക് ഇതുവരെ കിട്ടിയതും അതുപോലെയുള്ള അനുഭവങ്ങൾ തന്നെയാണ്. പല കാര്യങ്ങളും നമ്മൾ ചെയ്യാതിരിക്കുന്നത് ശിക്ഷ മേടിച്ചൊക്കെ തന്നെയാണ്. പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ശിക്ഷകളൊക്കെ അത് ശാരീരികമായിട്ടായിരിക്കണോ മാനസികമായിരിക്കണോ വേറെ എന്തെങ്കിലും ആയിരിക്കണം. ചൂരലെടുത്ത് അടിക്കുക എന്ന് പറയുന്നതല്ല എപ്പോഴും ശിക്ഷ എന്ന് പറയുന്നത്. അത് ക്രിയാത്മകമായിട്ടുള്ള എന്ത് കാര്യങ്ങളാണ് ഓരോ കുട്ടിക്കും വേണ്ടി വരുന്നത് എന്നുള്ള നിലയിൽ അതിനെ ചിട്ടപ്പെടുത്തേണ്ടതൊക്കെ ഉണ്ട്. ആ രീതിയിൽ അത് മാനേജ് ചെയ്യണം. അല്ലാതെ എന്ത് ചെയ്താലും അതിനകത്ത് യാതൊരു തരത്തിലുള്ള ഇമ്പാക്റ്റും ഇല്ല എന്നുള്ള രീതി കണ്ടിന്യൂ ചെയ്യുന്നത് കൂടുതൽ ദോഷം ചെയ്യുകയുള്ളൂ. ശരി, വളരെയധികം നന്ദി ഒരു ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേർന്നതിന്. ഗോകുൽ കെ വേണുഗോപാൽ ആശുപത്രിയിൽ തുടരുന്നുണ്ട്. ഗോകുൽ, ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എപ്പോഴായിരിക്കും ഈ ഇൻക്വസ്റ്റ് നടപടികൾ അവിടെ പുരോഗമിക്കുന്ന സാഹചര്യമുണ്ട്? ഈ കുട്ടിയുടെ മാതാപിതാക്കൾ അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ അധ്യാപകരടക്കം അവിടേക്ക് വരുന്നൊരു സാഹചര്യമുണ്ടല്ലോ. നിലവിൽ എന്ത് കാരണം കൊണ്ടാണ് ഇത്രത്തോളം വലിയൊരു വൈരാഗ്യം ഇവരുടെ ഇടയിൽ സൃഷ്ടിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായൊരു വ്യക്തത വന്നിട്ടുണ്ടോ? എന്താണ് കാരണമെന്നതിനെ സംബന്ധിച്ച വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഇവർ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതിൽ അവർക്ക് മാനസികമായിട്ട് അവർ നേടിയെടുത്തിട്ടില്ലാത്ത ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം വളരെ നിസ്സാരമായിട്ടുള്ളൊരു സംഭവമാണ് ഈ കൊലപാതകത്തിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദാരുണമായ അക്രമത്തിലേക്ക് നയിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഞായറാഴ്ചയായിരുന്നു അക്രമത്തിൻ്റെ അല്ലെങ്കിൽ ഈ സംഭവങ്ങളുടെയൊക്കെ തുടക്കം. ഇട്രിസ് എന്ന് പറയുന്ന സ്വകാര്യ ട്യൂഷൻ സെൻ്ററിൽ സെൻഡ് ഓഫ് പരിപാടിയാണ്. SSLC പഠിക്കുന്ന കുട്ടികളുടെ സെൻഡ് ഓഫ് പരിപാടിയുടെ ഭാഗമായിട്ട് വിവിധ സ്കൂളുകളിലെ കുട്ടികൾ അവരുടെ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ MJHSS കുട്ടികൾ പരിപാടി സംഘടിപ്പിച്ച സമയത്ത് അവരുടെ ഒരു കപ്പിൾ ഡാൻസ് ഫോണിന്റെ സാങ്കേതിക തകരാറ് മൂലം അതിന്റെ പാർട്ട് ഓഫ് ആവുകയും ഡാൻസ് പാതി വഴിയിൽ സ്റ്റക്ക് ആവുകയും ചെയ്തു, അല്ലെങ്കിൽ തടസ്സപ്പെടുകയും ചെയ്തു. അത് താമരശ്ശേരി GVHSS സ്കൂളിലെ കുട്ടികൾ സ്വാഭാവികമായിട്ടും അതിനെ കളിയാക്കി അല്ലെങ്കിൽ കൂക്കി വിളിച്ചു. ഇതെന്തായാലും അവിടെയുള്ള കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. MJHSS സ്കൂളിലെ ഒരു പെൺകുട്ടി വന്നത് ചോദ്യം ചെയ്തു. അത് പിന്നീട് ആൺകുട്ടികൾ തമ്മിലുള്ള പരസ്പര കലഹത്തിനും അടിപിടിക്കും ഒക്കെ കാരണമായി. അന്ന് ഞായറാഴ്ച നടന്ന സംഭവത്തെ അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ട് അവസാനിപ്പിച്ചു. പക്ഷേ തർക്കം അവസാനിച്ചിരുന്നില്ല. ഇവർ തമ്മിലുള്ള വൈരാഗ്യം കൂടുതൽ മൂർച്ഛിക്കുകയാണ് ചെയ്തത്. അവർ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കി പരസ്പരം ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ സംബന്ധിച്ച രണ്ട് സ്കൂളിലെ വിദ്യാർത്ഥികളും അങ്ങോട്ടും ഇങ്ങോട്ടും പല ഗൂഢാലോചനകൾ നടത്തി. അത് വ്യാഴാഴ്ച നടന്ന സംഘർഷത്തിലേക്ക് നയിക്കുകയായിരുന്നു. പരസ്പരം പോർവിളിച്ചുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് അവർ ട്യൂഷൻ സെന്ററിന് സമീപത്ത് തന്നെ വീണ്ടും സംഘടിക്കുകയും മാരകമായി ആക്രമിക്കുകയും പരിക്കേൽപ്പിക്കുകയും ഒക്കെയായിരുന്നു ചെയ്തത്. ഇതിനോടനുബന്ധിച്ച ചില ഓഡിയോ സന്ദേശങ്ങളൊക്കെയാണ് നമ്മൾ പുറത്തുവിട്ടത്. ആൾക്കൂട്ടം അക്രമം നടത്തി, ഒരാൾ മരണപ്പെട്ടാൽ കേസ് ഉണ്ടാവില്ല, അന്വേഷണം ഉണ്ടാവില്ല, കുറ്റക്കാരെ കണ്ടെത്താൻ സാധിക്കില്ല എന്ന രീതിയിലുള്ള വിലയിരുത്തലുകളിലേക്ക് ഈ അക്രമം നടത്തിയ കൂട്ടം വിദ്യാർത്ഥികൾ എത്തുന്നു. അതോടൊപ്പം തന്നെ ഈ പരിക്ക് പറ്റി മുഹമ്മദ് ഷഹബാസിനെ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മുഹമ്മദ് ഷഹബാസിനോട് മറ്റു കുട്ടികൾ വിളിച്ച് സംസാരിക്കുന്ന ഓഡിയോ സന്ദേശങ്ങളും നമ്മൾ കണ്ടു. പൊരുത്തപ്പെട്ടുകളാ, നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ, ഇത്തരത്തിലൊന്നിനും ഞങ്ങൾ വരുന്നില്ല എന്ന്, നീയല്ലേ വന്നത് എന്നതിനെ സംബന്ധിച്ച ഓഡിയോ സന്ദേശങ്ങളൊക്കെ കുട്ടികൾ പുറത്തുവിടുന്നു. ഇവർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നിരീക്ഷിക്കാൻ ഒരു സംവിധാനം ഇല്ലാത്തതിൻ്റെ പിഴകളാണ് ഇത്തരത്തിലൊരു അക്രമത്തിലേക്ക് നയിച്ചത് അല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് നിസ്സംശയം പറയേണ്ടിയിരിക്കുന്നു. കാരണം ഞായറാഴ്ച ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ഇവർ തമ്മിൽ കലഹം ഉണ്ടാവുകയും അടിപിടി ഉണ്ടാവുകയും ഒക്കെ ചെയ്ത അധ്യാപകരും ആ നാട്ടുകാരും അറിഞ്ഞതാണ്, ഈ കുട്ടികളുടെ മാതാപിതാക്കളും ഒക്കെ അറിഞ്ഞതാണ്. പക്ഷേ അത് അവിടെ അവസാനിച്ചു എന്നായിരുന്നു മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ കരുതിയിരുന്നതെങ്കിൽ അവിടെ അവസാനിച്ചിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നതിൽ നമുക്ക് വീഴ്ച പറ്റിയെന്ന് വേണം മനസ്സിലാക്കാൻ. സ്കൂളുകൾക്ക് വീഴ്ച പറ്റി, സ്വകാര്യ ട്യൂഷൻ സെൻ്ററിന് വീഴ്ച പറ്റി, ഇവരുടെ മാതാപിതാക്കൾക്ക് വീഴ്ച പറ്റി. ഇവർ ഈ സമയത്ത് ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ഇതിന് പകരം ചോദിക്കുക അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു. അത് വലിയ രീതിയിൽ അക്രമത്തിലേക്ക് എത്തുകയായിരുന്നു. ഈ ഇൻസ്റ്റാഗ്രാം
എല്ലാം സോഷ്യൽ മീഡിയ വഴി ഇവർ ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അവരെ നിരീക്ഷിക്കുന്നതിൽ വന്ന പാകപ്പിഴവ് ഒരു കൊലപാതകത്തിലേക്ക് എത്തിയിരിക്കുന്നു. മാത്രമല്ല, ഈ അക്രമം നടന്നതിന് ശേഷം മുഹമ്മദ് ഷഹബാസിന് മാരകമായി പരിക്കേറ്റ കാര്യം പോലും തിരിച്ചറിയാൻ ഇവരുടെ മാതാപിതാക്കൾക്ക് പറ്റിയില്ല. അക്രമം നടന്ന് രാത്രിയായതിനു ശേഷം മുഹമ്മദ് ഷഹബാസ് ഛർദ്ദിക്കുന്നത് കണ്ടിട്ട് കൂട്ടുകാരെ വിളിച്ചു ചോദിച്ച സമയത്താണ് ഇത്തരത്തിൽ അക്രമം ഉണ്ടായതായിട്ട് വീട്ടുകാർ അറിയുന്നത്. പിന്നീടാണ് ആശുപത്രി പ്രവേശിപ്പിക്കുന്നത്. ഈ കുട്ടികളെ നിരീക്ഷിക്കുന്നതിൽ, അവരെ വിലയിരുത്തുന്നതിൽ, അവരെ മനസ്സിലാക്കുന്നതിൽ, അവർ ഓരോ വിഷയങ്ങളെയും ഏത് രീതിയിലാണ് പരിഗണിക്കുന്നത് എന്ന വിഷയത്തിൽ ഒരു അവബോധം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ കൃത്യമായി അധ്യാപകർക്കോ നമ്മുടെ സംവിധാനങ്ങൾക്കോ ഒന്നും സാധിക്കുന്നില്ല, വിദ്യാഭ്യാസ വകുപ്പിന് സാധിക്കുന്നില്ല, മാതാപിതാക്കൾക്ക് സാധിക്കുന്നില്ല, പൊതുസമൂഹത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം. പ്രധാനപ്പെട്ട വിഷയവും അത് തന്നെയാണ്. ഇവരുടെ പോക്ക് ഏത് രീതിയിലാണ്, ഇവരുടെ മാനസിക നില ഏത് രീതിയിലാണ് മുന്നോട്ടേക്ക് പോകുന്നത് എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്തതാണ് അടുത്തിടെയായി കൊണ്ടുവരുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണം. നിരവധി സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിലിപ്പോൾ ഉൾപ്പെട്ടിട്ടുള്ള കുട്ടികൾ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് ഒരു ധാരണയില്ല. അത്തരത്തിലുള്ള അന്വേഷണം നടക്കുകയാണ്. പക്ഷേ ഈ സമപ്രായക്കാരായിട്ടുള്ള ആളുകൾ മറ്റു പല സ്ഥലങ്ങളിലും ലഹരി ഉപയോഗിക്കുന്നു. അവർ ഓരോ വിഷയങ്ങളിലും ഇടപെടുന്നത്, പൊതുസമൂഹത്തിനോട് ഇടപെടുന്നത് ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ കൗമാരപ്രായക്കാരെ നിരീക്ഷിക്കുന്നതിൽ, അവരെ വിലയിരുത്തുന്നതിൽ ഒരു പാളിച്ച നമ്മുടെ സംവിധാനത്തിന് പറ്റിയിട്ടുണ്ട് എന്ന് വേണം ഈ വിഷയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. കാരണം ഈ പ്രായക്കാരുമായി ബന്ധപ്പെട്ട് അടുത്തിടെ പുറത്തു വരുന്ന സംഭവങ്ങളൊക്കെ ഇത്തരത്തിലുള്ളതാണ്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഒരു സ്കൂളിൽ നിന്ന് പുറത്തു വന്നത് സെൻഡ് ഓഫ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ നടത്തിയ പരിപാടിയിൽ കഞ്ചാവ് ഉപയോഗിച്ചു എന്നുള്ളതാണ്. കാരണം സ്കൂളുകളിൽ പോലും കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരു വലിയ ശൃംഖല സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ട്. നമ്മുടെ പോലീസ് സംവിധാനത്തിനും ഡാൻസ് ഓഫിനും ഒക്കെ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടെത്താൻ സാധിക്കുന്നത്. അതിനൊക്കെ കേന്ദ്രീകരിച്ച് പ്രത്യേകമായി സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഇവരുടെ മാനസിക നിലയെ അളക്കാൻ അതിനുപോലും നമുക്കൊരു പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു കുറവാണ് ഈ ഇത്തരത്തിലൊരു ഗൂഢാലോചനയിലേക്കും മറ്റും എത്താൻ. മാത്രമല്ല, ഈ കുട്ടികൾക്ക് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കാനും വിരൽത്തുമ്പിൽ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഉണ്ടാക്കാനും. നമ്മൾ നേരത്തെ ഓഡിയോ ക്ലിപ്പിൽ കേട്ടു, ആൾക്കൂട്ട കൊലപാതകം നടത്തിക്കഴിഞ്ഞാൽ കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാവില്ല, കേസുണ്ടാവില്ല എന്നൊക്കെ കുട്ടികൾ മനസ്സിലാക്കണമെങ്കിൽ അവരിതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് അക്രമം ഉണ്ടാവുന്നു, ഒരുപക്ഷെ കൊലപാതകത്തിലേക്ക് പോലും എത്താമെന്ന ചിന്തയിലേക്ക് അവരെത്തുന്നു. കൊന്നു കഴിഞ്ഞാൽ തന്നെ പ്രശ്നമില്ല, കൊല്ലണമെന്ന ആക്രോശത്തോടു കൂടി പോകുന്നു. അങ്ങനെ ചെയ്താൽ തന്നെ, മരണപ്പെട്ടു കഴിഞ്ഞാൽ തന്നെ കേസുണ്ടാവില്ല എന്ന വിലയിരുത്തലുകൾ അവർ സ്വയം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അതൊക്കെ വളരെ ഗൗരവമുള്ള വിഷയമാണ്. അത്തരത്തിലുള്ള ഒരു മാനസിക നിലയിലേക്ക് ഇവർ എത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ്. അത് തിരുത്തുകയാണ് വേണ്ടത്. എന്തായാലും അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകൾ, അതായത് മുഹമ്മദ് ഷഹബാസ് പഠിച്ച MJHSSലെ അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ എത്തിയിട്ടുണ്ട്. ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ മാതാപിതാക്കളൊന്നും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. പ്രിൻസിപ്പൽ, ഹെഡ്മിസ്ട്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് എത്തും. പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ട് ഏകദേശം 15 മിനിറ്റോളം പിന്നിടുന്നു. ഇതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ശരി ഗോകുൽ, ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മറ്റ് ചില കാര്യങ്ങളും കൂടി സംസാരിക്കേണ്ടതുണ്ട്. ഇവിടെ അധ്യാപകരുമായി ബന്ധപ്പെട്ട് ഗോകുൽ നേരത്തെ പറഞ്ഞിരുന്നു, ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ട് പോലും അവിടെ നാട്ടുകാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ട്യൂഷൻ സെൻ്ററിലെ അധ്യാപകരെങ്കിലും ഈ വിഷയം അറിഞ്ഞിട്ടുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എന്നാൽ പോലും ഇതിനെതിരെ ഒരു നടപടി എടുക്കാതെ ഇരുന്നു എന്നത് വളരെ വലിയൊരു തെറ്റാണ്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായ ഒരു വീഴ്ചയായി തന്നെ കാണാൻ സാധിക്കും. പക്ഷേ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ കുട്ടികൾ ഇത്രയ്ക്ക് തമ്മിൽ തല്ലുന്നത് കാണുമ്പോൾ നാട്ടുകാർ പോലും ഇടപെട്ടില്ല, അല്ലെങ്കിൽ മാതാപിതാക്കളെ ആ സമയത്ത് അറിയിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലെല്ലാം ഇനി വ്യക്തത വരേണ്ടതുണ്ട്. ഈ കുട്ടികൾ പിന്നീട് ഈ മാതാപിതാക്കളെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു കുറ്റസമ്മതം നടത്തി എന്ന് പറയുമ്പോൾ പോലും പൂർണ്ണമായി ഒരു കുറ്റബോധം ആ സന്ദേശത്തിൽ ഉണ്ടെന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിലും പറയാൻ സാധിക്കില്ലല്ലോ. ഇല്ല, അത്തരത്തിലൊന്നുമല്ല. ഇതൊരു വാശിപ്പുറത്ത് തന്നെയാണ്. നീ ഞങ്ങളോട് കളിക്കാൻ വന്നതിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളോട് വെല്ലുവിളിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള സ്വാഭാവിക പ്രതികരണമാണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത് എന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഈ അക്രമം നടത്തിയ വിദ്യാർത്ഥികളൊക്കെ എന്തായാലും പങ്കുവെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു പ്രതികരണത്തിലേക്ക് കടക്കുകയാണ്. നമ്മളെന്തായാലും ഈ മുഹമ്മദ് ഷഹബാസിൻ്റെ ബന്ധുവായിട്ടുള്ള ഒരാളുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കാണുന്നത്. സൗഹൃദ പിണക്കം എന്ന് പറയുക, അങ്ങനെയുള്ള സംഭവങ്ങളല്ലാണ്ട് മറ്റുള്ളൊരു വൈരാഗ്യമോ കാര്യങ്ങളോ നമുക്ക് അന്വേഷണത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈ സ്കൂൾ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളാണ്, അതിലുണ്ടായ ഒരു പ്രശ്നങ്ങളാണ് ഈ ഒരു ഇത്തരത്തിലേക്ക് എത്താനുള്ളൊരു കാരണമായത്. ഈ സംഭവം നടന്ന ദിവസം ശരിക്കും എന്താ സംഭവിച്ചത്? നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്? ഈ സംഭവം ഇവരെ ബന്ധക്കാർ നമ്മൾ താലൂക്ക് ഹോസ്പിറ്റലിൽ SOSന്റെ സാന്ത്വനം വളണ്ടിയറാണ്. അപ്പോൾ അവിടെ വരുമ്പം തന്നെ പിന്നെ കുട്ടീൻ്റെ സ്റ്റേജ് ഏകദേശം 70%
ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ പിന്നെ ഡോക്ടർമാർ അതിൻ്റെ വേണ്ട ചികിത്സകൾ മറ്റുള്ള കാര്യങ്ങൾ കൊടുത്ത് ICU ആംബുലൻസിൽ പുറത്തുനിന്ന് വരുത്തിച്ചിട്ട് ICU ആംബുലൻസിലാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കുട്ടികൾ തമ്മിൽ ഉണ്ടാകുന്ന ഒരു അടിപിടി, ആ അടിപിടിയിൽ ഈ അടി കിട്ടിയത് ദിവസം വെയിറ്റുള്ള അടിയാണ് കിട്ടിയത്. തലൻ്റെ പുറഭാഗത്ത് അടി കിട്ടിയതിൻ്റെ പേരിലാണ് ഈ ഇങ്ങനൊരു ഇഞ്ചുറി വന്നത്. വേറൊരു കാര്യം ഉയർന്നിരുന്നത് ഈ കുട്ടികൾ തമ്മിൽ മുൻപും എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അല്ല, കുട്ടികൾ സ്കൂളിന് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ അങ്ങോട്ടും അല്ലാണ്ടുള്ളൊരു രാഷ്ട്രീയ വൈരാഗ്യമോ അങ്ങനത്തെ യാതൊരു സംഭവങ്ങളൊന്നും അല്ല. കുട്ടികൾ തമ്മിൽ ഉണ്ടാകുന്ന പോർവിളി അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണ ഉണ്ടാകുന്ന ഈ പൂട്ടുന്ന സമയത്ത് ഉണ്ടാകുന്ന വിഷയങ്ങൾ. അതായത് പോർവിളി ഉണ്ടായിരുന്നു അതിൻ്റെ മുമ്പ് വലുതും എന്തോ ഒരു വിഷയങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണല്ലോ ഈ ഒരുമിച്ച് കൂടുന്നത്. അല്ലാണ്ട് ഇപ്പോൾ സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഉണ്ടായതല്ല. പിന്നെ ഈ സ്കൂളിൽ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് ഈ ട്യൂഷൻ സെൻറ്ററിൽ. അപ്പോൾ അവിടെ നിന്ന് എന്തോ ഒരു പിന്നെ മൊബൈൽ ഓഫാക്കിയ പ്രശ്നങ്ങൾ അങ്ങനെല്ലാം കൂടി ഉണ്ടാകുന്ന ഒരു ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ. ഇൻസ്റ്റാഗ്രാമുമായി ബന്ധപ്പെട്ട് അതിൽ ലൈക്കുമായി ബന്ധപ്പെട്ട അതെന്താന്നുള്ള അതിനെപ്പറ്റി അറിയാല. അതിനെപ്പറ്റിയുള്ള വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് എന്താ പോലീസാണ് അതിൻ്റെ വിവരങ്ങളൊക്കെ തരേണ്ടത്. ഞങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള ഇൻസ്റ്റാഗ്രാമിൽ എന്തോ ഒരു വിഷയം അങ്ങനെ വോയിസ് ഒക്കെ വരെ പുറത്ത് വരുന്നുണ്ട്. ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത് ഞാനും വല്ല ബന്ധക്കാരുണ്ട്, പിന്നെ അവിടുന്ന് നേഴ്സുമാരുണ്ട്, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോഴത്തെ പറഞ്ഞാൽ ഒരു 70% ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രതീക്ഷ വേണ്ടെന്നുള്ളത്. ഈ സംഘർഷം നടന്ന സ്ഥലത്ത് നിന്ന് ഒരു ചെറിയ എൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരു കുട്ടിയാണ് വീട്ടിൽ കൊണ്ടാക്കുന്നത്. എങ്ങനെ പുറമെ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരു മുറിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അടീൻ്റെ വെയിറ്റ് കൊണ്ടാണ് തലൻ്റെ പുറഭാഗത്താണ് അടി വന്നത്. അത് ഒന്നുകിൽ ഡോക്ടർ പറയുന്നത് ഇത്രയും വെയിറ്റുള്ള ഒരാളടിച്ച അടിയാണ്, അതല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ ആയുധമല്ലാത്ത എന്തെങ്കിലും ഉണ്ടല്ലോ ഈ കുറുതായിട്ടുള്ള സാധനങ്ങൾ, അതുകൊണ്ടുള്ള അടിയാണെന്നുള്ളത്. അപ്പോൾ ആ അന്വേഷണത്തിൽ നമ്മൾ നോക്കുമ്പം ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ട് എന്നുള്ളത്, ഇങ്ങനെ സാധനമായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു ഇൻഫർമേഷൻ കിട്ടിയ അടിസ്ഥാനത്തിൽ അത് പോലീസ് എന്തോ സാധനം വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഇല്ലല്ല, ബോധമല്ല. കണ്ണിന് പരിക്കുണ്ട്. കണ്ണൊന്നും തീയാന്നപ്പം തന്നെ തുറന്നിട്ടില്ല. കണ്ണിന് പരിക്കുണ്ട്. പിന്നെ തലൻ്റെ ഈ ഭാഗത്ത് പൊട്ടലുണ്ട്. തലൻ്റെ പുറകിലുള്ള ഇതുണ്ട്. പുറത്തൊന്നും കാണാനില്ല. പുറത്തൊരു എന്തോ ഒരു തൊലിൻ്റെ ഇതുപോലും നമുക്ക് കാണാൻ കഴിയുന്നില്ല. കണ്ണിങ്ങനെ പൂടിയിട്ട് തന്നെ ഉള്ളത്. ആ സമയത്ത് തന്നെ കണ്ണ് തുറക്കുന്നൊന്നും അതൊന്നും അനങ്ങുന്നൊന്നുമില്ല. നമ്മൾ ഒരു അക്ഷരം മിണ്ടാൻ കഴിഞ്ഞിട്ടില്ല, പറ്റിയില്ല. ആ സമയത്ത് ഒരു അക്ഷരം എന്താ സംസാരിച്ച ഒന്നും ഡോക്ടർ പലതും ഇങ്ങനെ തട്ടി ചോദിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പം തന്നെ അതായത് വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ഏകദേശം പിന്നെ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും എൻ്റെ ബോധം പോയിട്ടുണ്ട്.